Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് ദ ഏപ്പ്, ദ സ്നേക്ക് ആൻഡ് ദ ലയൺ എന്ന ഫോക്ക് ടെയിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജോർജ് ഡബ്ല്യു ബാറ്റ്മാൻ ആണ് ഈ ഫോക്ക് ടെയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ഫ്രം സാൻസിബാർ എന്ന് പറഞ്ഞാൽ ടാൻസാനിയയിലെ ഒരു ഐലൻഡാണ്. അപ്പോൾ അവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജോർജ് ഡബ്ല്യു ബാറ്റ്മാൻ ആണ്. ഇത് 1901 ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ ഈ കഥ ആര് പറഞ്ഞിങ്ങനെ പറഞ്ഞിരുന്ന ഫോക്ക് ടെയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ നേറ്റീവ്സ് അവിടെയുള്ളവർ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് കൈമാറി പോയ ഒരു കഥയാണ് ഈ ഫോക്ക് ടെയിലാണ്. അതാണ് ടാൻസാനിയൻ ഫോക്ക് ടെയിൽ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. Long ago, there lived in a village called Kijiji a woman whose husband died, leaving her with a little baby boy. അപ്പം കിജിജി എന്ന വില്ലേജിൽ ഒരു ഗ്രാമത്തിൽ ഒരു വുമൺ, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവർക്കിപ്പോൾ അവരുടെ ബേബി ബോയ് മാത്രമേ ഉള്ളൂ അവരുടെ കൂടെ. ഷീ വർക്ക്ഡ് ഹാർഡ് ഓൾ ഡേ ടു ഗെറ്റ് ഫുഡ് ഫോർ ഹെർസെൽഫ് ആൻഡ് ചൈൽഡ്. അപ്പം ദിവസവും നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് വേണ്ടി, തനിക്കും തൻ്റെ കുട്ടിക്കും വേണ്ടി. ബട്ട് ദേ ലിവ്ഡ് വെരി പുവർലി ആൻഡ് വെർ മോസ്റ്റ് ഓഫ് ദ ടൈം ഹാഫ് സ്റ്റാർഡ്. പക്ഷെ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താലും അവരുടെ ജീവിതത്തിൻ്റെ ആ സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ടില്ല. അവർ പാതി പട്ടിണി, മീൻസ് എല്ലാ ദിവസവും അവർക്ക് നല്ലവണ്ണം ആഹാരം കിട്ടാനുള്ള വക ഇല്ലായിരുന്നു. When the boy, whose name was Maulana, began to get big, he said to his mother one day, "Mother, we are always hungry. What work did my father do to support us?" അപ്പോൾ ഈ കുട്ടി വളർന്ന് വലുതായി. കുട്ടിയുടെ പേരാണ് മൗലാന. അപ്പോൾ അവൻ വളർന്നപ്പോഴത്തേക്ക് അവൻ അമ്മയുടെ ചോദിക്കുമായിരുന്നു, അമ്മ നമുക്ക് എപ്പോഴും പട്ടിണിയാണ്. നമ്മുടെ അച്ഛൻ നമുക്ക് എന്ത് ജോലി ചെയ്തിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്, നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? ഹിസ് മദർ റിപ്ലൈഡ്, "Your father was a hunter. He set traps and we ate what he caught in them." അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അച്ഛനൊരു വേട്ടക്കാരനായിരുന്നു. അപ്പോൾ he set traps, കെണി വയ്ക്കും. അതുപോലെ എന്തിനെയാണോ കെണി വെച്ച് പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് അതിനെ നമ്മൾ കഴിക്കും. ഓഹോ, സെഡ് മൗലാന, ദാറ്റ്സ് നോട്ട് വർക്ക്, ദാറ്റ്സ് ഫൺ. അപ്പോൾ ഇവൻ ഒരു വളർന്നു വന്ന കുട്ടിയല്ലേ. അപ്പോൾ അവൻ പറയുവാണ്, അതൊരു ജോലിയല്ല, അതൊരു ഫണ്ണാണ് എന്നാണ് അവൻ പറയുന്നത് അവൻ്റെ മൈൻഡിൽ. "I too will set traps and see if we can't get ഇനഫ് ടു ഇറ്റ്." അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇതേമാതിരി അച്ഛനെ പോലെ ട്രാപ്പൊക്കെ വെച്ച് വേട്ടയാടി നമുക്ക് കഴിക്കാനുള്ളത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. The next day he went into the forest and cut branches from the trees and returned home in the evening. അപ്പോൾ അടുത്ത ദിവസം അവൻ കാട്ടിലോട്ട് പോകുന്നു, ട്രീസിൻ്റെ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ കട്ട് ചെയ്യുന്നു. അത് ഞാൻ തിരിച്ച് ഈവനിങ് ആയപ്പം വീട്ടിലോട്ട് റിട്ടേൺ ചെയ്തു. The second day he spent making the branches into traps. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചസ് ഒക്കെ ട്രാപ്പാക്കാൻ, കെണിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. The third day he twisted coconut fiber into ropes. അപ്പം മൂന്നാമത്തെ ദിവസം ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വളയ്ക്കുക. അപ്പോൾ ഈ തെങ്ങിൻ്റെ നാരുകളൊക്കെ ഒരു റോപ്പാക്കി അവൻ വളച്ച് റോപ്പാക്കി. The fourth day he set up as many traps as time would permit. അപ്പം നാലാമത്തെ ദിവസം അവൻ എന്തോരം ട്രാപ്പ് സെറ്റ് ചെയ്യാനൊത്തോ അത്രയും കെണികൾ ആ ഒരു ടൈം ലിമിറ്റിൽ പെർമിറ്റ് ചെയ്തത്രയും അവൻ ചെയ്തു. The fifth day he set up the remainder of the traps. അപ്പം ഫിഫ്ത്ത് ഡേയിൽ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റിമൈനിങ് പാർട്ട്, അത് മിച്ചമുള്ള ട്രാപ്പ് കൂടെ സെറ്റ് ചെയ്തു. The sixth day he went to examine the traps. അപ്പം സിക്സ്ത് ഡേ ആയപ്പോഴത്തേക്ക് ആറാമത്തെ ദിവസം അവൻ എക്സാമിൻ ചെയ്യാൻ, അത് പരിശോധിക്കാനായിട്ട് പോയി. അവൻ സെറ്റ് ചെയ്ത കെണികളൊക്കെ എങ്ങനെയുണ്ട്, കറക്റ്റാണെന്ന്. ആൻഡ് ദേ ഹാഡ് കോട്ട് സോ മച്ച് ഗെയിം. ഈ ഗെയിം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വൈൽഡ് അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ ഹണ്ട് ചെയ്ത് അത് ട്രാപ്പ് ചെയ്ത് കിട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹാഡ് കോട്ട് സോ മച്ച് ഗെയിം beside what they needed for themselves, that he took a great quantity to the big town of Ungugu, where he sold it, bought corn and other things, and the house was full of food. And as this good fortune continued, he and his mother lived very comfortably. അപ്പോൾ അവൻ ട്രാപ്പെല്ലാം സെറ്റ് ചെയ്ത് അവന് ആവശ്യത്തിനേറെ ഇത് ട്രാപ്പിൽ എന്നതാ ബേർഡ്സും വൈൽഡ് അനിമൽസും ഒക്കെ ഹണ്ട് ചെയ്യാനൊത്ത്. അതുപോലെ അവർക്ക് മീതെ ഉണ്ടായിരുന്നത് വെച്ചാൽ അവർക്ക് ആവശ്യത്തിൽ അവരെടുത്ത ശേഷം മിച്ചം ഉണ്ടായിരുന്നതൊക്കെ ഒരു ബിഗ് ടൗണിൻ്റെ പേരാണ് ഉങ്കൂജ. അവിടെ കൊണ്ടുപോയി അവൻ സെല്ല് ചെയ്തു. എന്നിട്ട് അവൻ ചോളവും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതുപോലെ വീട്ടിലിപ്പം നോക്കിയാൽ നിറയെ ഫുഡുണ്ട്, അതുപോലെ നല്ല ഐശ്വര്യം ഉണ്ട്. ആൻഡ് ആസ് ദിസ് ഗുഡ് ഫോർച്യൂൺ കണ്ടിന്യൂഡ്, അവനും അവൻ്റെ അമ്മയും നല്ല കംഫർട്ടബിളായിട്ട് ജീവിച്ചു. ബട്ട് ആഫ്റ്റർ എ വൈൽ വെൻ ഹി വെൻറ്റ് ടു ഹിസ് ട്രാപ്സ് ഹി ഫൗണ്ട് നത്തിങ് ഇൻ ദം ഡേ ആഫ്റ്റർ ഡേ. പക്ഷേ ദിവസം പോകും തോറും പിന്നെ അവൻ നോക്കിയപ്പോഴത്തേക്ക് അവനൊന്നും ട്രാപ്പിലോട്ട് പോകുമ്പോൾ അവനൊന്നും കിട്ടുന്നില്ല. അവിടെ ഒന്നും കെണിയിൽ വീണിട്ടില്ല.
One morning, however, he found that an ape had been caught in one of the traps. അപ്പോൾ ഒരു രാവിലെ അവൻ നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ ഏപ്പ് ആ ട്രാപ്പിൽ വീണിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എബൌട്ട് ടു കിൽ ഇറ്റ്. അപ്പോൾ അവൻ അതിനെ കൊല്ലാൻ വേണ്ടി പോയി. അപ്പം വെൻ ഇറ്റ് സെഡ് സൺ ഓഫ് ആദം, അപ്പോൾ ഏപ്പ് നമ്മുടെ മൗലാനയെ സംബോധന ചെയ്ത് പറയുവാണ്, സൺ ഓഫ് ആദം, ഐ ആം നിയാനി ദ ഏപ്പ്, ഞാൻ നിയാൻ, എൻ്റെ പേര് നിയാനി, ഡു നോട്ട് കിൽ മീ, എന്നെ കൊല്ലരുത്, ടേക്ക് മീ ഔട്ട് ഓഫ് ദിസ് ട്രാപ്പ്, ഈ കെണിയിൽ നിന്ന് എന്നെ പുറത്തെടുക്ക്, ആൻഡ് ലെറ്റ് മീ ഗോ, ഞാൻ പോവട്ടെ, സേവ് മീ ഫ്രം ദ റെയിൻ ആൻഡ് ദാറ്റ് ഐ മേ കം ആൻഡ് സേവ് യു ഫ്രം ദ സൺ സം ഡേ. അപ്പോൾ സേവ് മീ ഫ്രം ദ റെയിൻ, ഈ വാചകത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ട്രബിളിലിരിക്കുന്ന ഈ സമയത്ത് നീ എന്നെ രക്ഷിക്കുവാണെങ്കിൽ നിനക്കൊരു സമയം വരുമ്പം സേവ് യു ഫ്രം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. സോ മൗലാന ടുക്ക് ഹിം ഔട്ട് ഓഫ് ദ ട്രാപ്പ് ആൻഡ് ലെറ്റ് ഹിം ഗോ. അതുകൊണ്ട് എന്ത് ചെയ്ത് ആ ട്രാപ്പിൽ നിന്ന്, വലയിൽ നിന്ന്, കെണിയിൽ നിന്ന് ആ ഏപ്പിനെ വെളിയിലെടുത്തിട്ട് ഓക്കെ കുരങ്ങൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. വെൻ നിയാനെ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് ഇൻ എ ട്രീ he sit on a branch and said to the youth. നിയാനെ ഒരു ട്രീയിൽ ക്ലൈംബ് ചെയ്തിട്ട് ഒരു ബ്രാഞ്ചിൽ നിന്നിട്ട് പറയുവാണ്, ഫോർ യുവർ കൈൻഡ്നെസ്, നീ കാണിച്ച ആ ദയയ്ക്ക്, ഐ വിൽ ഗിവ് എ പീസ് ഓഫ് അഡ്വൈസ്, ഞാൻ ഒരു അഡ്വൈസ് തരാം. ബിലീവ് മീ, men are all bad, never do a good turn for a man, if you do he will do you harm at the first opportunity. അപ്പം അവൻ്റെ അഡ്വൈസ് കൊടുക്കുകയാണ്. ഏപ്പിൻ്റെ അഡ്വൈസാണ്, മെന്നെല്ലാം, മനുഷ്യരെല്ലാം ബാഡാണ്, നീ ഒരു നെവർ ഡു എ ഗുഡ് ടേൺ ഫോർ എ മാൻ, ഒരു മനുഷ്യന് നീ ഒരു ഹെൽപ്ഫുൾ സർവീസ് ചെയ്യാതെ, നീ ചെയ്ത ആ നിൻ്റെ സർവീസ് കിട്ടിയവൻ തന്നെ നിന്നെ ഒരു ഫസ്റ്റ് അവസരം കിട്ടുമ്പോൾ തന്നെ നിന്നെ ഹാം ചെയ്യും. The second day, മൗലാന found a snake in the same trap. അപ്പോൾ സെക്കൻഡ് ഡേയിൽ മൗലാന ഒരു സ്നേക്കിനെ കണ്ടു. He started to the village, give the alarm. സോ അവൻ പെട്ടെന്ന് വില്ലേജിലോട്ട് പോവാണ് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി. But the snake shouted, come back, son of Adam. Don't call the people from the village to come and kill me. I am Nyoka the snake. Let me out of this trap, I pray you. അപ്പം ഈ സ്നേക്ക് സംസാരിച്ചിട്ട് പറയുവാണ്, സൺ ഓഫ് ആദം, നീ ആളുകളെ വിളിച്ചിട്ട് വരാതെ, എന്നെ കൊല്ലാതെ, ഞാൻ നിയോക്കയാണ്, സ്നേക്ക് എൻ്റെ പേര്, നീ എന്നെ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തു, ഐ പ്രേ യു, ഞാൻ ബെഗ് ചെയ്യുക എന്ന് പറയുക. സേവ് മീ ഫ്രം ദ റെയിൻ ടുഡേ ദാറ്റ് ഐ മേ ബി ഏബിൾ ടു സേവ് യു ഫ്രം ദ സൺ ടുമോറോ, ഇഫ് യു ഷുഡ് ബി ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്. അപ്പോൾ ഫസ്റ്റ് ഏപ്പ് പറഞ്ഞ അതേ സെൻറ്റൻസ്, ഇപ്പം നീ ഈ ട്രബിളിൽ നിന്ന് എന്നെ രക്ഷിക്കണം, നിനക്കൊരു ട്രബിൾ വരുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാം. അപ്പം ഇഫ് യു ഷുഡ് ബി ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, നിങ്ങൾക്ക് സഹായം ഉണ്ടെങ്കിൽ. സോ ദ യൂത്ത് ലെറ്റ് ഹിം ഗോ. അപ്പോൾ ഓക്കെ, മൗലാന വിട്ടേക്കാൻ വിചാരിച്ചു, സ്നേക്കിനെ വിട്ടേക്കാന്ന് വിചാരിച്ചു. ആൻഡ് ആസ് ഹി വെന്റ് ഹി സെഡ്, I will return your kindness if I can, but do not trust any man. If you do him a kindness, he will do you an injury in return at the first opportunity. അപ്പം ഏപ്പ് എന്താ പറഞ്ഞത്, ഇതേപോലെ ഹാം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്നേക്ക് പറയണ ഇഞ്ചുറി ചെയ്യും. നീ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്താൽ അവൻ തിരിച്ച് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. നീ ഒരു മനുഷ്യനെ ഇതേപോലെ ഹെൽപ്പ് ചെയ്താൽ അവൻ നിനക്ക് തിരിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിനക്ക് മുറിവുണ്ടാക്കും, എന്ന് വെച്ചാൽ നിന്നെ വേദനിപ്പിക്കും, ആ ഫസ്റ്റ് അവന് കിട്ടുന്ന അവസരത്തിൽ തന്നെ എന്ന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. The third day, Maulana found a lion in the same trap that had caught the ape and the snake. അപ്പോൾ തേർഡ് ഡേയിൽ മൗലാന ആരെ കണ്ടെന്ന് വെച്ചാൽ ഒരു ലയനെ കണ്ട്, ഇതേ കെണിയിൽ തന്നെ, അതായത് ഏപ്പും സ്നേക്കും വീണ അതേ കെണിയിൽ ലയനുണ്ട്. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു ഗോ നിയർ ഇറ്റ്. അപ്പോൾ ലയൻ ആയതുകൊണ്ട് ഇവന് അടുത്ത് പോകാൻ പേടിയായി. ബട്ട് ദി ലയൺ സെഡ്, ഡോണ്ട് റൺ എവേ, ഐ ആം സിംബ കോങ്വേ ദ വെരി ഓൾഡ് ലയൺ. അപ്പോൾ പറയണം, നീ ഓടാതെ, ഞാൻ സിംബ കോങ്വേ, എൻ്റെ പേര്, ഞാൻ ഒരു ഓൾഡ് ലയനാണ്. ലെറ്റ് മീ ഔട്ട് ഓഫ് ദിസ് ട്രാപ്പ് ആൻഡ് ഐ വിൽ നോട്ട് ഹേർട്ട് യു. നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കും, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഹേർട്ട് ചെയ്യത്തില്ല. സേവ് മീ ഫ്രം ദ റെയിൻ ദാറ്റ് ഐ മേ സേവ് യു ഫ്രം ദ സൺ ഇഫ് യു ഷുഡ് നീഡ് ഹെൽപ്പ്. അപ്പോൾ ആ രണ്ടുപേരും, ഏപ്പും നമ്മുടെ സ്നേക്കും പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെ നമ്മുടെ ലയണും പറയുവാണ്. സോ മൗലാന ബിലീവ്ഡ് ഹിം ആൻഡ് ലെറ്റ് ഹിം ഔട്ട് ഓഫ് ദ ട്രാപ്പ്. ആൻഡ് സിംബ കോങ്വേ ബിഫോർ ഗോയിങ് ഹിസ് വേ സെഡ്, സൺ ഓഫ് ആദം, യു ഹാവ് ബീൻ കൈൻഡ് ടു മീ. അപ്പം മൗലാന ലയനെ ബിലീവ് ചെയ്ത് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുവാണ്. അപ്പം പോകുന്നതിന് മുമ്പ് ഈ ലയൺ പറയുവാണ്, സൺ ഓഫ് ആദം, യു ഹാവ് ബീൻ കൈൻഡ് ടു മീ, നീ എൻ്റെ അടുത്ത് നല്ല കരുണ കാണിച്ചു. ആൻഡ് ഐ വിൽ റീപേ യു വിത്ത് കൈൻഡ്നെസ് ഇഫ് ഐ ക്യാൻ. ഞാൻ തിരിച്ച് നിന്നോട് ഇതേമാതിരി നിനക്കൊരു ഹെൽപ്പുള്ള സമയത്ത്, നിനക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് നിന്നെ ഹെൽപ്പ് ചെയ്യും. അത് ഐ വിൽ ഷോ യുവർ കൈൻഡ്നെസ് ബട്ട് നെവർ ഡു എ കൈൻഡ്നെസ് ടു എ മാൻ. പക്ഷേ ഒരു മനുഷ്യനും നീ ഇതേപോലെ കൈൻഡ് ആകാതെ മനുഷ്യരോട്, ഓർ ഹി വിൽ പേ യു ബാക്ക് വിത്ത് അൺകൈൻഡ്നെസ്. നീ അങ്ങനെ ചെയ്താലും അവർ നിൻ്റെ എങ്ങനെയായിരിക്കും, നിൻ്റെ അടുത്ത് ദയ കാണിക്കത്തില്ല.
The next day a man was caught in the same trap. അടുത്ത 4ാമത്തെ ദിവസം നെക്സ്റ്റ് ഡേയിൽ ആ ട്രാപ്പിൽ വീണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ. ആൻഡ് വെൻ ദി യൂത്ത് റിലീസ്ഡ് ഹിം, യൂത്ത് വെച്ചാൽ മൗലാന ആ മാനെ റിലീസ് ചെയ്ത് ഹി റിപ്പീറ്റഡ്ലി അഷ്വേർഡ് ഹിം, റിപ്പീറ്റഡ്ലി എന്ന് വെച്ചാൽ തിരിച്ച് പിന്നെയും അഷ്വേർഡ് ഉറപ്പ് കൊടുക്കുവാണ് ആ ട്രാപ്പിൽ വീണ മനുഷ്യൻ, ദാറ്റ് ഹി വുഡ് നെവർ ഫർഗെറ്റ് ദ സർവീസ്, ഞാൻ ഇത് ഒരിക്കലും നീ ചെയ്ത ഈ സർവീസ് ഞാൻ മറക്കില്ല. ഹി ഹാഡ് ഡൺ ഹിം ഇൻ റീസ്റ്റോറിങ് ഹിസ് ലിബർട്ടി ആൻഡ് സേവിങ് ഹിസ് ലൈഫ്. അതായത് അവൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചു കൊടുക്കുകയോ ചെയ്തു. അതായത് ട്രാപ്പിൽ വീണ് അവൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചു കൊടുത്തില്ല. അതാണ് റീസ്റ്റോറിങ് ഹിസ് ലിബർട്ടി ആൻഡ് സേവിങ് ഹിസ് ലൈഫ്. അതേപോലെ അവൻ്റെ ജീവൻ രക്ഷിച്ചു. വെൽ ഇറ്റ് സീംഡ് ദാറ്റ് ഹി ഹാഡ് കോട്ട് ഓൾ ദ ഗെയിം ദാറ്റ് കുഡ് ബി ടേക്കൺ ഇൻ ട്രാൻസ് ആൻഡ് മൗലാന ആൻഡ് ഹിസ് മദർ വെർ ഹംഗ്രി എവറി ഡേ. അപ്പം മൗലാനയും അമ്മയും ഭയങ്കര ഹംഗ്രിയായി, വിശപ്പായി, വിത്ത് നത്തിങ് ടു സാറ്റിസ്ഫൈ ദം ആസ് ദേ ഹാഡ് ബീൻ ബിഫോർ. അപ്പോൾ ഇതിന് മുമ്പ് അവർക്ക് ട്രാപ്പ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കിട്ടുമായിരുന്ന അനിമൽസിന് ഇപ്പോൾ ഒന്നുമില്ല. അറ്റ് ലാസ്റ്റ് ഹി സെഡ് ടു ഹിസ് മദർ വൺ ഡേ, ഒരു ദിവസം അമ്മയുടെ പറയുവാണ്, മദർ മേക്ക് മീ 7 cakes ഓഫ് ദ ലിറ്റിൽ മീൽ വി ഹാവ് ലെഫ്റ്റ് ആൻഡ് ഐ വിൽ ഗോ ഹണ്ടിങ് വിത്ത് മൈ ബൗ ആൻഡ് ആരോസ്. അപ്പോൾ പറയുവാണ്, അമ്മേ എനിക്കൊരു 7 കേക്ക് ഉണ്ടാക്കിത്താ, അവശേഷിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് മിച്ചം വന്നതിൽ ഞാൻ വേട്ടയ്ക്ക് വേണ്ടി എൻ്റെ വില്ലും അമ്പുമായിട്ട് പോവാം. So she baked him the cakes and he took them and his bows and arrows and went into the forest. അപ്പോൾ അവൻ്റെ കേക്കും അമ്മ ഉണ്ടാക്കി തന്ന കേക്കും അതുപോലെ ബൗവും ആരോയും എല്ലാം എടുത്തിട്ട് ഫോറസ്റ്റിലോട്ട് പോയി. The youth walked and walked but could see no game and finally he found that he had lost his way and had eaten all his cakes but one. അപ്പം നമ്മുടെ മൗലാന നടന്ന് പക്ഷെ ബട്ട് കുഡ് സീ നോ ഗെയിം എന്ന് വെച്ചാൽ അവന് ഒരു ഹണ്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയില്ല, ഒരു അനിമലിനെയും കിട്ടിയില്ല. ആൻഡ് ഫൈനലി ഹി ഫോണ്ട് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ്, അവൻ്റെ വഴി തെറ്റിയെന്ന് അവന് മനസ്സിലായി. അതുപോലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കേക്കെല്ലാം അവൻ തിന്നു. ആൻഡ് ഹി വെൻറ്റ് ഓൺ ആൻഡ് ഓൺ നോട്ട് നോയിങ് വെദർ ഹി വാസ് ഗോയിങ് എവേ ഫ്രം ഹിസ് ഹോം ഓർ ടുവേർഡ് ഇറ്റ്. അപ്പോൾ അവന് തന്നെ അറിയില്ല വഴി തെറ്റിയുണ്ട്, അവൻ വീട്ടിലോട്ട് പോവുകയാണോ അതോ വീട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോവുകയാണോ. until he came to the wildest and most desolate looking wood എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് he had ever seen. ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഡെസലേറ്റ്, വിജനമായ വൈൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൽ അവൻ എത്തിച്ചേർന്നു. ഇതിനു മുമ്പ് അവൻ ഇത് കണ്ടിട്ടില്ല, ഇങ്ങനൊരു ഫോറസ്റ്റ്. He was so vrest എന്ന് വെച്ചാൽ ഭയങ്കര മിസറബിൾ, അൺഹാപ്പി ആയി, ആൻഡ് ടയേർഡ് ദാറ്റ് ഹി ഫെൽറ്റ് ഹി മസ്റ്റ് ലൈ ഡൗൺ ആൻഡ് ഡൈ. അവൻ അത്രയും മിസറബിളും അതുപോലെ ടയേർഡും ആയതുകൊണ്ട് അവൻ വിചാരിച്ചു അവൻ ഇപ്പോൾ താഴെ വീണ് അവൻ മരിക്കും എന്ന് തന്നെ അവൻ വിചാരിച്ചു. When suddenly he heard someone calling him and looking up he saw Niani the ape who said, son of Adam, where are you going? അപ്പോൾ അവൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആരോ വിളിക്കുന്നത് കേട്ടു. അപ്പോൾ അവൻ പെട്ടെന്ന് മേലോട്ട് നോക്കിയപ്പോൾ നിൽക്കുന്ന ഏപ്പ്, കുരങ്ങൻ നിൽക്കുവാണ്. അപ്പോൾ കുരങ്ങൻ പറയുവാണ്, സൺ ഓഫ് ആദം, നീ എവിടെയാണ് പോകുന്നത്? ഐ ഡോണ്ട് നോ റിപ്ലൈഡ് മൗലാന. ഭയങ്കര സാഡായിട്ട് പറയുകയാണ്, എനിക്കറിയത്തില്ല. സാഡ്ലി ഐ എം ലോസ്റ്റ്. അവൻ പറയുകയാണ്, ഞാൻ വഴി തെറ്റിപ്പോയി, എൻ്റെ വഴി എനിക്ക് കറക്റ്റായിട്ട് എവിടെ പോകണമെന്ന് പോലും ഇപ്പോൾ അറിയത്തില്ല. വെൽ said the ape, don't worry, just sit down here and rest yourself until I come back and I will repay with kindness the kindness you once showed me. അപ്പം ഈ ഏപ്പ് പറയുവാണ്, നീ ഇവിടെ ഇരുന്ന് നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പെട്ടെന്ന് ഓടി വരാൻ തിരിച്ച്. എനിക്ക് ആ കൈൻഡ്നസ് റീപേ ചെയ്യണം, തിരിച്ച് നീ എൻ്റെ അടുത്ത് കാണിച്ച അതേ ആ കൈൻഡ്നസ് ഇല്ലേ നിനക്ക് തിരിച്ച് ഞാൻ കാണിക്കണ്ടേ, നീ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഏപ്പ് പോവാണ്. Then Niane went away off to some gardens and stole a whole lot of ripe pawpaws and bananas and brought them to Maulana. അപ്പം നമ്മുടെ ഏപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏപ്പ് ഒരു ഗാർഡനിലോട്ട് പോയി കുറച്ച് റൈപ്പായിട്ടുള്ള പൗപ്പോയുടെ പിക്ചർ നിങ്ങളുടെ ഇമേജിൽ നോക്കിയാൽ മതി ഗൂഗിളിൽ. പൗപ്പോ ഫ്രൂട്ടും ബനാനയും എല്ലാം സ്റ്റോൾ ചെയ്ത് കട്ടുണ്ട് വന്ന് നമ്മുടെ മൗലാനക്ക് കൊടുത്തു. ആൻഡ് സെഡ്, ഹിയർ ഈസ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ യു, ഈസ് ദർ എനിത്തിങ് എൽസ് യു വാണ്ട്? നോക്ക്, ഇപ്പം നിറയെ പ്ലെൻറ്റി ഓഫ് ഫുഡ് ഉണ്ട്, നിനക്ക് നിറയെ ഉണ്ട്, ഇനി നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക് എന്നിട്ട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? ആൻഡ് ബിഫോർ ദ യൂത്ത് കുഡ് ആൻസർ ഹി റാൻ ഓഫ് വിത്ത് എ കലാബാഷ്. അവൻ മൗലാന വാതർന്നെന്ന് പറയാനുള്ള സാവകാശം പോലും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഏപ്പ് എന്ത് ചെയ്ത് കലാബാഷും എടുത്ത് ഓടി വെള്ളം എടുക്കാൻ വേണ്ടി ഓടി. ഈ കലാബാഷ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിൽ ഗാർഡാണ്. അത് ഈ ഹാർവെസ്റ്റ് സമയത്ത് യങ്ങായിട്ടുള്ളത് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ അത് ഇതേ കലാബാഷ് ഹാർവെസ്റ്റ് ചെയ്യാതെ നല്ല മെച്ചുറായി ആ മരത്തിൽ തന്നെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകൾ അത് യൂട്ടൻസിലായിട്ടോ ഒരു കണ്ടെയ്നറായിട്ടോ ഇല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ കലാബാഷ്, അതായത് യൂട്ടൻസ്, ആ ബോട്ടിൽ ഗാർഡിൻ്റെ ഡ്രൈ ആയിട്ടുള്ള അതുമായിട്ട് പോയി വെള്ളം എടുത്തിട്ട് ഓടി വന്നു.
സോ ദ യൂത്ത് എയ്റ്റ് ഹാർട്ടിലി, ഭയങ്കര സന്തോഷമായി അവന്, ആൻഡ് ഡ്രിങ്ക് ഓൾ ദ വാട്ടർ ഹി നീഡഡ്, ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളമെല്ലാം കുടിച്ചു. ആൻഡ് ദെൻ ഈച്ച് സെറ്റ് ടു ദ അതർ ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യാത്ര പറഞ്ഞു. ആൻഡ് വെൻ ദർ സെപ്പറേറ്റ് വേസ്, അപ്പോൾ അവർ രണ്ടുപേരും അവരവരുടെ ആയിട്ടുള്ള വേസ്, അവരവരുടെ വഴിയിലോട്ട് പോയി. When Maulana had walked a great deal farther without finding which way he should go, he met Simba Kongway, who asked, "Where are you going, son of Adam?" അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മൗലാന മീറ്റ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയണിനെയാണ്. അപ്പോൾ ലയൺ ചോദിക്കുവാണ് എവിടെ പോവാം. ആൻഡ് യൂത്ത് ആൻസേർഡ് ആസ് ഡോൾഫുള്ളി മീൻസ് സോറോഫുള്ളി, വിഷമത്തോടെ, ആസ് ബിഫോർ, ഇതിനു മുമ്പ് എങ്ങനെയാണോ ആൻസർ ചെയ്തത് അതേ വിഷമത്തോടെ പറയാണ്. ഐ ഡോണ്ട് നോ, ഐ എം ലോസ്, എനിക്കറിയത്തില്ല, എൻ്റെ വഴി നഷ്ടപ്പെട്ടു. Come, cheer up, said the very old lion, and rest yourself here a little. I want to repay with kindness today the kindness you showed me on the former day. അപ്പോൾ പറയണത് കം ചിയർ അപ്പ്, സന്തോഷിച്ചേ, സങ്കടമൊന്നും വേണ്ട, ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് പോവാണ്. സോ മൗലാന sat down. Simba Kongway went away but soon returned with some game. അപ്പം മൗലാന അവിടെ ഇരിക്കുവാണ്. അപ്പോൾ സിംബ കോങ്വേ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് അനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്ത് അനിമൽസിനെ കൊണ്ട് വരുവാണ്. ബട്ട് സൂൺ റിട്ടേൺഡ് വിത്ത് സം ഗെയിം ഹി ഹാഡ് കോഡ്, ആൻഡ് ദെൻ ഹി ബ്രോഡ് സം ഫയർ ആൻഡ് ദ യങ് മാൻ കുക്ക് ദ ഗെയിം ആൻഡ് ഈറ്റ് ഇറ്റ്. അപ്പോൾ കുറച്ച് ഫയറും കൊണ്ടുവരുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് യങ് മാൻ എന്ത് ചെയ്ത് മൗലാന കുക്ക് ചെയ്ത് കഴിച്ചു. When he had finished, he felt a great deal better, and they bade each other goodbye for the present, and each went his way. ബേഡ് എന്ന് പറഞ്ഞാൽ വിഷ് ചെയ്ത്, അങ്ങോട്ടോട്ട് വിഷ് ചെയ്ത് ഗുഡ് ബൈ എല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോയി. ആഫ്റ്റർ ഹി ഹാഡ് ട്രാവൽഡ് അനദർ വെരി ലോങ് ഡിസ്റ്റൻസ് യൂത്ത് കെയിം ടു എ ഫാം. അങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു ഫാമിൽ എത്തിച്ചേർന്നു. ആൻഡ് വാസ് മെറ്റ് ബൈ എ വെരി വെരി ഓൾഡ് വുമൺ. അപ്പോൾ ഒരു നല്ല ഓൾഡ് ആയിട്ടുള്ള ഒരു വുമണിനെ മീറ്റ് ചെയ്യുവാണ്. ഹൂ സെഡ് ടു ഹിം, "Stranger, my husband has been taken very sick and I am looking for someone to make him some medicine. Won't you make it?" അപ്പോൾ ആ വുമൺ പറയുവാണ്, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സിക്കായിട്ടിരിക്കുവാണ്, വയ്യാണ്ടിരിക്കുവാണ്, ഞാനൊരു ആരെങ്കിലും ഒരാളെ നോക്കുവാണ്, മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരാളെ ഒന്ന് ഉണ്ടാക്കി തരുമോ. ബട്ട് ഹി ആൻസേർഡ്, അപ്പം മൗലാന പറയുവാണ്, മൈ ഗുഡ് വുമൺ, ഐ ആം നോട്ട് എ ഡോക്ടർ, ഐ എം എ ഹണ്ടർ ആൻഡ് നെവർ യൂസ്ഡ് മെഡിസിൻ ഇൻ മൈ ലൈഫ്. അപ്പോൾ പറയാണ്, വുമനോട് പറയാണ്, ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു ഹണ്ടറാണ്, വേട്ടയാടുന്ന ഒരാളാണ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മെഡിസിൻ ഉണ്ടാക്കിയിട്ടില്ല. ഐ കനോട്ട് ഹെൽപ്പ് യു, എനിക്ക് സഹായിക്കാൻ ഒക്കത്തില്ല. വെൻ ഹി കെയിം ടു ദ റോഡ് ലീഡിങ് ടു ദ പ്രിൻസിപ്പൽ സിറ്റി ഹി സോ എ വെൽ വിത്ത് എ ബക്കറ്റ് സ്റ്റാൻഡിങ് നിയർ ഇറ്റ് ആൻഡ് ഹി സെഡ് ടു ഹിംസെൽഫ്. അപ്പോൾ അവൻ ആ മെയിൻ സിറ്റിയിലോട്ട് പോകുന്ന റോഡിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അവനൊരു വെല്ല് കാണുന്നു, ഒരു കിണർ കാണുന്നു, ബക്കറ്റ് അടുത്തുണ്ട്. അപ്പോൾ അവൻ സ്വയമേ പറയുവാണ്, ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ വാണ്ട്, എനിക്കതാ വേണ്ടത്, വെള്ളം വേണം അവന്. ഐ വിൽ ടേക്ക് എ ഡ്രിങ്ക് ഓഫ് നൈസ് വെൽ വാട്ടർ, കിണറ്റിൽ നിന്ന് നല്ല വെള്ളം കുടിക്കണം. ലെറ്റ് മീ സീ ഇഫ് ദ വാട്ടർ ക്യാൻ ബി റീച്ച്. അപ്പോൾ ഇനിയിപ്പം വെള്ളം എടുക്കണം അവന്. ആസ് ഹി പീപ്ഡ് ഓവർ ദ എഡ്ജ് ഓഫ് ദ വെൽ ടു സീ ഇഫ് ദ വാട്ടർ വാസ് ഹൈ ഇനഫ്, വാട്ട് ഷുഡ് ബി ബിഹോൾഡ് ബട്ട് എ ഗ്രേറ്റ് ബിഗ് സ്നേക്ക്. അപ്പോൾ ആ പീപ്പ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. അപ്പോൾ അവൻ ആ കിണറിൻ്റെ കരയിൽ നിന്ന് എഡ്ജിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ്, വെള്ളം ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് അവൻ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഹോൾഡ് എന്ന് വെച്ചാൽ സീ, കാണുക, ബട്ട് എ ഗ്രേറ്റ് ബിഗ് സ്നേക്ക്, ഒരു ഗ്രേറ്റ് ബിഗ് സ്നേക്കിനെ കണ്ടു. വിച്ച് ഡയറക്ട്ലി ഇറ്റ് സോ ഹിം സെഡ്, ആ സ്നേക്ക് കണ്ടതും പറഞ്ഞു, സൺ ഓഫ് ആദം വെയിറ്റ് എ മൊമെൻറ്റ്. Then it came out of the well and said, "How? Don't you know me?" അപ്പം ഈ സ്നേക്ക് പറയുവാണ്, സൺ ഓഫ് ആദം വെയിറ്റ് ചെയ്യും, ഒരു നിമിഷം വെയിറ്റ് ചെയ്യും. അതിൻ്റെ അത് വെല്ലിൻ്റെ വെളിയിലോട്ട് വന്നിട്ട് പറയുവാണ്, ഡോണ്ട് യു നോ മീ, എന്നെ ഓർമ്മയില്ലേ, എന്നെ അറിയില്ലേ. ഐ സെർട്ടൻലി ഡു നോട്ട് സെഡ് ദ യൂത്ത്. അപ്പോഴത്തേക്ക് മൗലാന പറഞ്ഞു, എനിക്ക് അറിയില്ല. സ്റ്റെപ്പിംഗ് ബാക്കറ്റില്ല, അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി മൗലാന. Well, said the snake, I could never forget you. I am Nyoka, whom you released from the trap. You know I said, save me from the rain and I will save you from the sun. അപ്പം പറയണ, ഓക്കെ, ഐ കുഡ് നെവർ ഫോർഗെറ്റ്, എനിക്ക് നിന്നെ മറക്കാനൊക്കത്തില്ല, ഞാൻ നിയോക്കയാണ്, നീ എന്നെ ട്രാപ്പിൽ നിന്ന് റിലീസ് ചെയ്തില്ലേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, നീ എന്നെ ഈ ട്രബിളിൽ നിന്ന് രക്ഷിക്കുവാണെങ്കിൽ ഞാൻ നിനക്കൊരു വിഷമം വരുന്ന സമയത്ത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും. നൗ യു ആർ എ സ്ട്രേഞ്ചർ ഇൻ ദ ടൗൺ ടു വിച്ച് യു ആർ ഗോയിങ്. ഇപ്പം നീ ഒരു സ്ട്രേഞ്ചറാണ്, നിനക്ക് നീ പോകുന്ന ടൗണിലോട്ട് നീ ഒരു സ്ട്രേഞ്ചറാണ്, നിനക്ക് അവിടെ ആരെയും അറിയത്തില്ല. ദെയർഫോർ ഹാൻഡ് മീ യുവർ ലിറ്റിൽ ബാഗ്, നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ലിറ്റിൽ ബാഗ് എനിക്ക് താ, ആൻഡ് ഐ വിൽ പ്ലേസ് ഇൻ ഇറ്റ് ദ തിങ്സ് ദാറ്റ് വിൽ ബി ഓഫ് യൂസ് ടു യു വെൻ യു അറൈവ് ദ. ഓക്കെ, ആ ബാഗിനകത്ത് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വെക്കാം. നീ ആ ടൗണിൽ എത്തുമ്പോഴത്തേക്ക് നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ആ ബാഗിൽ ഫില്ല് ചെയ്യുക, ആ ബാഗ് എനിക്ക് താ.
So Maulana gave Nyoka the little bag and he filled it with chains of gold and silver. അപ്പോൾ ഈ സ്നേക്ക് എന്താ ഫില്ല് ചെയ്തെന്ന് അറിയാമോ? ഗോൾഡും സിൽവറും എല്ലാം ഫില്ല് ചെയ്തു ആ ബാഗിനകത്ത്. ആൻഡ് ടോൾഡ് ഹിം ടു യൂസ് ദം ഫ്രീലി ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ്. എന്നിട്ട് പറഞ്ഞു നിന്റെ ആവശ്യത്തിന് നീ ഫ്രീ നിന്റെ സാധനങ്ങളല്ല, അപ്പം നീ നിന്റെ ആവശ്യത്തിന് നല്ലോണം യൂസ് ചെയ്തോ. ദെൻ ദ പാർട്ടഡ് വെരി കോർഡിയലി. അങ്ങനെ അവർ രണ്ടുപേരും പിരിഞ്ഞു. When the youth reached the city, the first man he met was he whom he had released from the trap, who invited him to go home with him, which he did, and the man's wife made him supper. അപ്പം ആ സിറ്റിയിലെത്തിയപ്പോൾ അവൻ ആദ്യം കണ്ട മനുഷ്യൻ ആരാന്നറിയാവോ? അവൻ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മനുഷ്യനില്ല, ആ മനുഷ്യനെയാണ് കാണുന്നത്. അതുപോലെ അയാളുടെ വീട്ടിലോട്ട് നമ്മുടെ മൗലാനാവ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൗലാന പോകുന്നുമുണ്ട്. അപ്പം അയാളുടെ വൈഫ് സപ്പറും ചെയ്തു കൊടുക്കുന്നുണ്ട്. As soon as he could get away unobserved, the man went to the Sultan and said, അപ്പോൾ ആരും കാണാതെ പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാം? സുൽത്താൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിട്ട് പറയുവാണ്, there is a stranger come to my house with a bag full of chains and silver and gold, which he says he got from a snake that lives in a well. അപ്പം ആ രാജാവിൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയുവാണ്, എൻ്റെ വീട്ടിലൊരു സ്ട്രേഞ്ചർ വന്നിട്ടുണ്ട്, അവൻ്റെ ബാഗ് ഫുള്ളും ചെയിൻ ഓഫ് സിൽവറും ഗോൾഡും എല്ലാം ഉണ്ട്. അവൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അവന് ആ കിണറിലുള്ള ആ സ്നേക്ക് കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. But although he pretends to be a man, I know that he is a snake who has the power to look like a man. അപ്പോൾ കിങ്ങിനോട് പറയാണ്, അവനൊരു മനുഷ്യനെ പോലെ പ്രിറ്റൻഡ് ചെയ്താലും മനുഷ്യനാണെന്ന് കാണിച്ചാലും എനിക്കറിയാം അത് ഒരു സ്നേക്കാണ്. അവൻ ഹു ഹാസ് എ പവർ ടു ലുക്ക് ലൈക്ക് എ മാൻ, ആ സ്നേക്കിനൊരു പവറുണ്ട് ഒരു മനുഷ്യരൂപം എടുക്കാനുള്ളത് എന്നിങ്ങനെ പറയുവാണ് കിങ്ങിനോട്. When the Sultan heard this, he sent some soldiers who brought Maulana and his little bag before him. അപ്പം സുൽത്താൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സോൾജേഴ്സിനെ വിടുന്നു. സോൾജേഴ്സും മൗലാനയും ആ ലിറ്റിൽ ബാഗുമായിട്ട് സുൽത്താൻ്റെ മുമ്പിൽ വരുവാണ്. When they opened the little bag, the man who was released from the trap persuaded the people. അപ്പം ആ ബാഗ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ബാഗ് ഓപ്പൺ ചെയ്യാൻ നേരത്തേക്ക് ഈ മനുഷ്യൻ പറയുവാണ് എല്ലാവരോടും, പെർസ്വേഡഡ് മീൻസ് ബാക്കിയുള്ളവരെ ബിലീവ് ചെയ്യിപ്പിക്കത്തില്ലേ, ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കുവാണ്. ദ പീപ്പിൾ ദാറ്റ് persuaded the people that some evil would come out of it. അപ്പോൾ ബാഗ് തുറന്നാൽ ഒരു ഈവിൾ വെളിയിൽ വരും. അത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും? സുൽത്താൻ്റെ ചിൽഡ്രനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ വിസറിൻ്റെ ചിൽഡ്രനെയും അഫക്റ്റ് ചെയ്യും. Then the people became excited. അപ്പോൾ പീപ്പിൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. ആൻഡ് ടൈഡ് ദ ഹാൻഡ്സ് ഓഫ് മൗലാന ബിഹൈൻഡ് ഹിം. അപ്പോൾ മൗലാനയുടെ കൈകൾ പുറകിൽ കെട്ടി. But the great snake had come out of the well and arrived at the town just about the time, and he went and lay at the feet of the man who had said all these bad things about Maulana. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാം? ആ ഗ്രേറ്റ് സ്നേക്ക് കിണറ്റിൽ നിന്ന് വെളിയിലോട്ട് വന്ന് ആ ടൗണിലെത്തി. അതുപോലെ ഈ മൗലാനെക്കുറിച്ച് കള്ളത്തരം എല്ലാം പറഞ്ഞു കൊടുത്ത് ബാഡ് തിങ്സ് എല്ലാം പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് കടന്നു. When the people saw this, they said to that man, കണ്ട ഈ സ്നേക്ക് ഇങ്ങനെ കിടക്കുന്ന കണ്ടതും ആളുകളൊക്കെ ആ മനുഷ്യനോട് പറഞ്ഞു, how is this? There is a great snake that lives in the well and he stays by you. ആ വെല്ലിലുണ്ടായിരുന്ന സ്നേക്ക് ദേ ഇവിടെ കിടക്കുന്നു എന്ന് പറയുവാണ്. Tell him to go away. ബട്ട് നിയോക്ക വുഡ് നോട്ട് സ്റ്റിയർ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചാലും നിയോക്ക വുഡ് നോട്ട് സ്റ്റിയർ എന്ന് വെച്ചാൽ നിയോക്ക മൂവ് ആയില്ല. ഹി ഡിഡ് നോട്ട് മൂവ്. So they untied the young man's hands and tried in every way to make amends for having suspected him of being a wizard. അപ്പം അവൻ്റെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ അഴിച്ച ശേഷം they tried in every way to make amends. അവനെ ഇനി സമാധാനപ്പെടുത്തണമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരു മാജിക്കൽ പവറുള്ള ഒരാളാണ്, മാന്ത്രികനാ എന്ന് വിചാരിച്ച് ഇവരെല്ലാം സംശയിച്ചു. അപ്പം അവർ ചെയ്തത് തെറ്റാണല്ലോ. അപ്പം അതിന് വേണ്ടി they tried in every way to make amends. Amends means to do something good. Then the Sultan asked him, why should this man invite you to his home and then speak ill of you? അപ്പം സുൽത്താൻ മൗലാനയോട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അവൻ അയാളുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തതും പിന്നെ നിന്നെക്കുറിച്ച് ഇല്ലായിട്ട് സംസാരിക്കാനുള്ള ഉണ്ടായല്ലോ, അതെന്താണ്? And Maulana related all that happened to him, and now the ape, the snake, the lion had cautioned him about the results of doing any kindness for a man. അപ്പോൾ സ്റ്റോറിയെല്ലാം പറയുവാണ്. അതുപോലെ പറയുവാണ് ഏപ്പും സ്നേക്കും ലയണും എല്ലാം കോഷൻ ചെയ്തിട്ടുണ്ട്, ജാഗ്രതയായിട്ടിരിക്കണം. ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ തിരിച്ച് ചെയ്യണമെന്നില്ല, കൈൻഡ്നസ് ആകരുത് മനുഷ്യരോട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതും എല്ലാം പറയുവാണ്. And the Sultan said, although men are often ungrateful, they are not always so, only the bad ones. അപ്പോൾ സുൽത്താൻ പറയുവാണ്, മനുഷ്യർ എപ്പോഴും അൺഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയില്ലാത്തവരാണ്, പക്ഷേ എപ്പോഴും അല്ല, ചില ബാഡ് ആയിട്ടുള്ളവർ മാത്രം അങ്ങനെ കാണിക്കാറുണ്ട്.
ഹീ ഡിസേർവ്സ് ടു ബി പുട്ട് ഇൻ എ സാക്ക് ആൻഡ് ഡ്രൗണ്ട് ഇൻ ദ സീ. അപ്പം ഇവന് പണിഷ്മെൻറ്റ് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ എന്താ പണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ അവനൊരു സാക്കിൽ, ഒരു സഞ്ചിയിലിട്ടിട്ട് അവനെ കടലിൽ മുക്കണം. ഹി വാസ് ട്രീറ്റഡ് കൈൻഡ്ലി ആൻഡ് റിട്ടേൺ ഈവിൾ ഫോർ ഗുഡ്. അപ്പോൾ അവന് കൈൻഡായിട്ട് നമ്മുടെ മൗലാന ട്രീറ്റ് ചെയ്തു, പക്ഷേ അവൻ തിരിച്ചെന്താ കൊടുത്തത്? ഒരു ഗുഡിന് പകരം ഈവിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അവന് ചെയ്തത്. I hope you are clear with this explanation. Thank you and have a nice day.